ഒരു കഥ ചൊല്ലട്ടുമാ. ഇത് രണ്ട് നാട്ടുരാജ്യങ്ങളുടെ കഥയാണ്. ഇതിലെ വില്ലൻ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയാണ്, കോഴിക്കോട് രാജ്യത്തിന്റെ രാജാവ്. ഇതിന്റെ അയൽ രാജ്യം വള്ളുവനാട് എന്ന് പറയും. ഇന്നത്തെ പാലക്കാടും മലപ്പുറവും ഉൾപ്പെടുന്ന വള്ളുവനാടിന്റെ രാജാവിന്റെ പേര് വള്ളുവ കോനാതിരി എന്നാണ്. കോഴിക്കോട് വള്ളുവനാടിന്റെ കയ്യിൽ നിന്ന് പൊന്നാനി തുറമുഖവും തിരുനാവായ ക്ഷേത്രവും പിടിച്ചെടുത്തു. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ പോയി. കാരണം താരതമ്യേന ചെറിയ രാജ്യമാണ്, അത്ര വലിയ സൈന്യമില്ല. പക്ഷെ ഭയങ്കര അപമാനമാണ് ഒരു ഭാഗം മറ്റൊരു രാജ്യം പിടിച്ചെടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വള്ളുവ കോനാതിരി ഒരു പ്രഖ്യാപനം നടത്തി. ഈ തിരുനാവായ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ ഒരു ഉത്സവം നടക്കും. മാഘം മാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന് മക മഹോത്സവം എന്നാണ് പറയുക. നാട്ടു ഭാഷയിൽ മാമാങ്കം എന്ന് പറയും. ഈ മാമാങ്കം നടക്കുന്ന സമയത്ത് ആചാരമനുസരിച്ച് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം രാജാവ് ആരാണോ അവര് അമ്പലത്തിൽ വന്ന് ദർശനം നടത്തിയിട്ട് പുറത്തൊരു നിലപാട് തറ എന്ന് പറയുന്ന ഒരു ഹാളുണ്ട്, അവിടെ ഇരിക്കണം, ജനങ്ങളുടെ ഗ്രീവിയൻസ് കേൾക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്. ഈ നിലപാട് തറയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയി രാജാവിനെ വധിക്കാൻ നാടിന്റെ രക്ഷകയായ തിരുമാന്താംകുന്നിലെ ദേവി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വള്ളുവ കോനാതിരി ഉത്തരവിട്ടു. അന്ന് മുതൽ എല്ലാ 12 വർഷവും കൂടുമ്പോൾ ഈ 4 കുടുംബങ്ങളിലെ മുഴുവൻ മിലിറ്ററി ഏജ് മെയിൽസും, അന്ന് മിലിറ്ററി ഏജ് എന്ന് പറഞ്ഞാൽ മെയ് ഉറയ്ക്കുക എന്ന് പറയും, 13-14 വയസ്സാകുമ്പോഴേക്കും മിലിറ്ററി ഏജ് ആയിട്ട് പരിഗണിക്കപ്പെടും. അതിന് മുകളിലേക്ക് ഏജുള്ള സകല പുരുഷന്മാരും കോഴിക്കോട് സാമൂതിരിയെ കൊല്ലാനായിട്ട് തിരുനാവായ ക്ഷേത്രത്തിലേക്ക് പോയി. ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരും അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കാരണം കോഴിക്കോട് സാമൂതിരിക്ക് ഇതിലും വലിയൊരു സൈന്യമാണുള്ളത്. ഈ ഒരു സംഭവം 400 വർഷം തുടർന്നു. 400 വർഷം കഴിഞ്ഞപ്പോഴും ഇത് നിന്നത് ആരുടെയും മനസ്സ് മാറിയതുകൊണ്ടല്ല, ടിപ്പു സുൽത്താൻ ഈ 2 രാജ്യങ്ങളും കീഴടക്കിയതുകൊണ്ടാണ്.